പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ ആഴ്ച വചനവഴിയിൽ നമ്മോടൊപ്പം ഡോക്ടർ തോമസ് സേവ്യർ. അദ്ദേഹം നിലമ്പൂർ ESI ഹോസ്പിറ്റൽ മെഡിക്കൽ ഓഫീസറായി ജോലി ചെയ്യുന്നു. അദ്ദേഹത്തോടൊപ്പം മാത്യു ജോർജ്. മാത്യു സാറ് സർവശിക്ഷ അഭിയാൻ ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസറായി ജോലി ചെയ്യുന്നു. 30 വർഷത്തോളമായി അധ്യാപക ശുശ്രൂഷ രംഗത്താണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം ശ്രീ VM ബാബു, സീനിയർ മാനേജർ, മലപ്പുറം ഡിസ്ട്രിക്ട് കോഓപ്പറേറ്റീവ് ബാങ്ക് എടക്കര ബ്രാഞ്ചിൽ ജോലി ചെയ്യുന്നു. 3 പേരും ഉദ്യോഗസ്ഥ കൂട്ടായ്മയുടെ സജീവ പ്രവർത്തകരാണ്. നിങ്ങൾ 3 പേർക്കും ഈ പ്രോഗ്രാമിലേക്ക് പ്രത്യേകമായ വിധത്തിൽ സ്വാഗതം. പ്രിയപ്പെട്ടവരെ, യേശു തന്റെ ഭൂമിയിലേക്കുള്ള വരവിന്റെ ഉദ്ദേശങ്ങളിലൊന്ന് വെളിപ്പെടുത്തുന്ന മനോഹരമായ ഒരു ദൈവവചന ഭാഗമുണ്ട്. എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനും അത്രേ. ജീവൻ ഉണ്ടാകുവാൻ, ജീവന്റെ സമൃദ്ധി കാണുവാൻ, സമൃദ്ധി നമ്മളൊക്കെ ആസ്വദിക്കുവാൻ യേശു ഈ ഭൂമിയിലേക്ക് വന്നുവെങ്കിൽ ജീവൻ നമ്മെ സംബന്ധിച്ചിടത്തോളം സുപ്രധാനമായ ഒരു വസ്തുതയാണ്. ഒത്തിരിയേറെ അർത്ഥതലങ്ങളിൽ നമുക്ക് എടുക്കാവുന്ന ഒന്നാണ് ജീവൻ. ഇവിടെ ഇപ്പം നമ്മോടൊപ്പം വൈദ്യശാസ്ത്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഡോക്ടർ തോമസ് സേവ്യറൂടെ ഉള്ളപ്പോൾ എനിക്ക് തോന്നുന്നു ശരീരത്തിലെ ജീവന് നമുക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ഇന്നത്തെ ചർച്ച മുമ്പോട്ട് പോകാമെന്ന്. ഡോക്ടർ, ഇന്ന് ജീവൻ പല വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇന്നത്തെ സംസ്കാരത്തെ തന്നെ മരണസംസ്കാരം എന്ന് വിശേഷിപ്പിക്കുന്നതായിട്ടും പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഈ അവസ്ഥയിൽ ജീവന്റെ പ്രസക്തി, അല്ലെങ്കിൽ ജീവൻ, അതിന്റെ പരിരക്ഷ, ഇതിനൊക്കെ നിയുക്തനായിരിക്കുന്ന ഡോക്ടർ, ഈ അവസ്ഥയെക്കുറിച്ച് എന്താണ് പറയാൻ? എന്റെ കാഴ്ചപ്പാടില് ദൈവം ആണ് ജീവന്റെ ഉറവിടവും ജീവൻ എടുക്കാനുള്ള അധികാരവും ദൈവത്തിനാണ്. അങ്ങനെ ഒരു ചിന്ത പണ്ട് ഉണ്ടായിരുന്നെങ്കിൽ, മാനുഷികമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാവുമായിരുന്നില്ല. കാരണം ഞാൻ എൻ്റെ വീട്ടിലെ 10ാമത്തെയാണ്. ശരി. അപ്പോ ശരിക്കും പറയുകയാണെങ്കിൽ ഗവൺമെന്റിന്റെ പോളിസിയോ മാനുഷികമായിട്ടുള്ള നമ്മുടെ ചിന്താഗതിക്കും നമ്മൾ ജീവൻ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് തെറ്റാണെന്നാണ് എന്റെ. അപ്പോൾ വീട്ടിലെ 10ാമത്തെ ആളാണ് ഡോക്ടർ എന്നാണ് ഡോക്ടർ പറയുന്നത്. അതെ. അപ്പോ ഇതിനിടയ്ക്ക് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. 10ാമത്തെ ആളെന്ന് പറയുമ്പോഴേക്കും ഡോക്ടർ ഉണ്ടാകുന്ന സമയത്ത് മാതാപിതാക്കൾക്ക് എന്ത് പ്രായം കാണുമായിരിക്കും ഞാൻ പെട്ടെന്ന് ഓർത്തു പോവുക. എന്റെ ഫാദർ റിട്ടയർ ചെയ്തതിന് ശേഷമാണ് ഞാൻ ഉണ്ടായത്. അത് ശരി. അപ്പൊ മദറിന് ഒരു 45 വയസ്സ് പ്രായം കാണും. സാധാരണ ഡോക്ടർ ഇങ്ങനെ ഇപ്പൊ മെഡിക്കൽ രംഗത്തൊന്നും ഞങ്ങൾക്ക് വലിയ വിവരമില്ല. അപ്പൊ ഡോക്ടറെ കൈ കിട്ടിയപ്പോ സംശയങ്ങൾ തീർക്കാൻ കൂടി ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചാണ്. ഈ പ്രായം കവിഞ്ഞ ഉണ്ടാകുന്ന ഗർഭധാരണം പ്രശ്നങ്ങളുള്ളതാണെന്ന് പറയാറുണ്ട്. തന്നെ ഉണ്ടാകുന്ന കുഞ്ഞിന് തന്നെയും പല കുറവുകളും വൈകല്യങ്ങളും, ബുദ്ധി, പ്രത്യേകിച്ച് വിശേഷിച്ച് ബുദ്ധിക്ക് കുറവ്. ഇപ്പൊ ഡോക്ടർ 10ാമത്തെ ആളായി ജനിച്ചു എന്നുള്ളത് മാത്രമല്ല, റിട്ടയറായ ഒരാളുടെ മകനായിട്ട് ജനിച്ചു. അപ്പൊ അത്രയും പ്രായമായിട്ട് ജനിച്ചിട്ട് ഡോക്ടറാകാൻ മാത്രമുള്ള കഴിവുകൾ സാറിനുണ്ടായിരുന്നു എന്നും കൂടെയാണല്ലോ ഇപ്പൊ തെളിയുന്നത്. അതുകൊണ്ട് ചോദിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം ദൈവത്തിന്റെ കരങ്ങളിലാണ് ഇതെല്ലാം. മനുഷ്യൻ അങ്ങനെ പഠിപ്പിക്കുമ്പോ, സയൻസിൽ പഠിപ്പിക്കുമ്പോ എല്ലാം പഠിക്കുമ്പോഴെല്ലാം ഞങ്ങളെല്ലാം പഠിച്ചിരിക്കണ 40 വയസ്സ് കഴിഞ്ഞ ലേഡീസിന് 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് ഒരംഗവൈകല്യങ്ങളോ അല്ലെങ്കിൽ മെന്റൽ റിട്ടാർഡേഷൻ അതെല്ലാം ഉണ്ടാവാം. ഡോക്ടറുടെ മാതാപിതാക്കൾ കഴിഞ്ഞ തലമുറയുടെ ഒരു പ്രതിനിധികളാണ്. എനിക്ക് 42ാമത്തെ വയസ്സിലൊരു മോനുണ്ടായിട്ടുണ്ട്. ഇളയ മോന് 42 വയസ്സിലാണ് ഉണ്ടായത്. ഞാൻ 97-ലാണ് നവീകരണത്തിലേക്ക് വരുന്നത്. എന്റെ മൂത്ത മോള് ഇപ്പോ BSc നഴ്സിംഗ് കഴിഞ്ഞിട്ട് അവൾക്ക് 24 വയസ്സ് കഴിഞ്ഞു. ചെറിയ മോന് 11 വയസ്സ്. നവീകരണത്തിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ ധ്യാനമൊക്കെ കൂടി, തോമസ് പോളിന്റെ ഒരു ധ്യാനമൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ
ഇനി പ്രാർത്ഥിച്ചൊരു കുട്ടി ഉണ്ടാകണം എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. ഇത് ജീവന്റെ തുടിപ്പാണെന്ന് അറിഞ്ഞതിന് ശേഷം, തിരിച്ചറിഞ്ഞതിന് ശേഷം ഞങ്ങൾ എല്ലാ ദിവസവും അവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട്, അവനാണോ എന്ന് അറിഞ്ഞുകൂടാ, പക്ഷെ വയറ്റിൽ കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് ഉണ്ടായ ഒരു കുട്ടിയാണത്. ഈ പറയുന്ന യാതൊരുവിധ ബുദ്ധിമുട്ടുകളും എല്ലാം മുടുക്കാനായിട്ട് നോക്കുന്നു. ഒരുപക്ഷെ കമ്പയർ ചെയ്ത് ഞാൻ പറയല്ല, സ്മാർട്ടാണ്. മറ്റവരെ കുറിച്ച് ഞാൻ അങ്ങനെ സ്മാർട്ടാണെന്ന് പറഞ്ഞിട്ടില്ല അവർക്കൊക്കെ. ഇനി ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നോക്കിയാലും, നമ്മൾ വചനത്തിലേക്ക് നോക്കിയാൽ അബ്രഹാം 100-ാമത്തെ വയസ്സിലാണ് ഒരു കുട്ടിയെ ജന്മം കൊടുക്കുന്നത്. ഒട്ടും മോശമില്ലാത്തൊരു മകനെയാണ് കൊടുക്കുന്നത്. തലമുറ ഇവിടെ ഒരു പൂർവികനായിട്ട് നമ്മൾ കാണുകയും ചെയ്യുന്നു, അറിയപ്പെടുകയും ചെയ്യുന്നു, ആരാധിക്കുകയും ചെയ്യുന്നു. അപ്പം ദൈവത്തിനാണ് ഈ ജീവൻ കൊടുക്കുന്നതിലും ഇതിന്റെ എല്ലാം പരമാധികാരവും ദൈവത്തിൽ നിന്നാണ് ഇതെല്ലാം എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ അല്ല, ഞാൻ പെട്ടെന്ന് ഡോക്ടറെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തന്നെ ഞാൻ ഓർത്തോണ്ടിരിക്കുകയായിരുന്നു, 40-45 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകുന്നൊക്കെ. പക്ഷെ എന്നിട്ട് ഈ കുഞ്ഞുങ്ങൾ ഉണ്ടാകാനുള്ള സംവിധാനം ദൈവം ഇതിനകത്ത് നിലനിർത്തിയിട്ടുള്ളതുകൊണ്ടാണല്ലോ. ഇപ്പൊ എനിക്കറിയാം, അടുത്തറിയാവുന്ന എനിക്ക് വേണ്ടപ്പെട്ട ആളുകൾ തന്നെയുണ്ട് കുഞ്ഞുങ്ങളില്ലാത്തവര്. വൈദ്യശാസ്ത്രത്തിന്റെ എല്ലാ സംവിധാനങ്ങളും അവരുടെ മുമ്പിൽ മലർക്കെ തുറന്നു കിടക്കുകയാണ്. വെച്ചാൽ സാമ്പത്തികമായ ശേഷി കുറവൊന്നുമില്ല, ഏത് വൈദ്യശാസ്ത്ര സാങ്കേതിക വിദ്യയും സ്വീകരിക്കാൻ അവർക്ക് അവസരമുണ്ട്. എന്നിട്ടും അവർക്കൊരു കുഞ്ഞിനെ കൊടുക്കാൻ വൈദ്യശാസ്ത്രത്തിന് പറ്റുന്നില്ല. എന്ന് മാത്രമല്ല, എന്തുകൊണ്ട് അവർക്ക് കുഞ്ഞുണ്ടാകുന്നില്ല എന്ന് പറയാൻ പോലും പറ്റുന്നില്ല. കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ല, അത്ര തന്നെ. അതിനപ്പുറത്തേക്ക് പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ വീണ്ടും ഓർക്കുകയാണ്, ഇത് ഒരിടത്ത് ആ സംവിധാനം നിർമ്മിച്ചു വെച്ചിരിക്കുന്നു, ദൈവം നിലനിർത്തുന്നു. 45 വയസ്സോ 50-60 വയസ്സിന് ശേഷത്തേക്ക് നിലനിർത്താൻ ദൈവത്തിന് സാധിക്കുന്നു. പക്ഷെ അങ്ങനെ നിലനിർത്തിയാൽ അത് മോശമായിരിക്കും എന്ന് നമ്മൾ പറയുന്നു. ഇതെല്ലാം കൂടെ അല്ലേ ചേർന്ന് പോകാനായിട്ട് ബുദ്ധിമുട്ട് വരുന്നൊരു സംഭവം പോലെ തോന്നുകയാണ്. തോന്നുന്നത് നമ്മുടെ മാനുഷിക ബുദ്ധിയിലാണ് ഇതൊക്കെ അങ്ങനെ നമ്മൾ ചിന്തിക്കുന്നത്. അത് അവിടെയാണ് കുഴപ്പം. മാനുഷിക ബുദ്ധിക്ക് ഉപരിയാണ് ദൈവത്തിന്റെ പരിപാലനയും ദൈവത്തിന്റെ പദ്ധതിയും എന്ന് നമ്മളത് മനസ്സിലാക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് തീർച്ചയായിട്ടും ഇത് സാധ്യമാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ഡോക്ടറെ പ്രത്യേകിച്ച് ഡോക്ടർ വേറൊരാളുടെ കാര്യമല്ല പറയുന്നത്, സ്വന്തം കാര്യം തന്നെ പറഞ്ഞുകൊണ്ട് ഇത് ഇവിടെ സമർത്ഥിക്കുമ്പോൾ എനിക്ക് തോന്നുന്ന അനേക ആളുകള് 40 വയസ്സിന് മുകളിലായതുകൊണ്ട് ഇനി ആ കുഞ്ഞിനെ കൊന്നുകളയാമെന്ന് തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ അബോർട്ട് ചെയ്ത് കളയാമെന്ന് തീരുമാനിച്ചിട്ടുള്ള സംഭവങ്ങളും തീരുമാനിക്കുന്നവരും ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകരുടെ ഇടയിൽ തന്നെ അത്തരത്തിലുള്ള ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ചിന്തയ്ക്ക് ഒരു മാറ്റം ആയിത്തീരും ഈ ഇതെന്ന് എനിക്ക് തോന്നുന്നതാണ്. ഇതോടൊപ്പം വേറൊരു ദൈവജന ഭാഗം കൂടി എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരികയായിരുന്നു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട് ആദ്യമായിട്ട് കൊടുക്കുന്ന അനുഗ്രഹം, ആദ്യത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് വേറെ വലിയ ആത്മീയ കാര്യങ്ങളോ അല്ലെങ്കിൽ വലിയ കാര്യങ്ങളോ ഒന്നും അല്ല എന്നുള്ളത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ കീഴടക്കുക. അതൊരു പ്രത്യേക ഒരു സൂചന നൽകുന്നില്ല. ആദ്യത്തെ അനുഗ്രഹം ആദ്യത്തേക്ക് വെച്ച് നീട്ടിയത് തന്നെ നമ്മൾ തട്ടി മാറ്റുന്നെങ്കിൽ രണ്ടാമത്തെ അനുഗ്രഹം നമുക്ക് കിട്ടുമോ, മൂന്നാമത്തെ ബ്രദർ സൂചിപ്പിച്ചാൽ ഒരു വലിയ വൈരുദ്ധ്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, ഒരു വശത്ത് കുട്ടികളില്ലാത്തവര് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അതൊരു ഇൻഡസ്ട്രി, വൈദ്യശാസ്ത്ര ഒരു ഇൻഡസ്ട്രി പോലെ നടക്കുമ്പോഴത്തേക്ക് തന്നെ ഏറ്റവും ലാഭകരമായ ഒരു മേഖലയാണ് പല ക്ലിനിക്കുകളെ, ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളൊക്കെ ആയിട്ട് വരുന്നത്. മറുവശത്ത് ഈ കുട്ടികളെ വേണ്ട എന്ന് വയ്ക്കുന്ന ഒരു പ്രവണതയും അതിശക്തമായിട്ട് വരുന്നുണ്ട്. ഒരിടത്ത് ഒരു കുട്ടിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരെ എത്ര ലക്ഷങ്ങളാണ് ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് നീക്കി വെക്കാനായിട്ട് സമയമൊക്കെ ആയിട്ട് മുടക്കി വെക്കുന്ന ആൾക്കാർ. അതേസമയം തന്നെ കുട്ടി ഉണ്ടാകുമ്പോൾ അത് വേണ്ട എന്ന് തീരുമാനിക്കുന്നവരുടെ എണ്ണവും വളരെ കൂടുതലാണ്. ഒരു സമയത്ത് ഭ്രൂണഹത്യ പോലെയുള്ളവരെ നടക്കുമ്പോൾ ഒരു ഭ്രൂണം കിട്ടാൻ വേണ്ടിയിട്ട് ജീവൻ എപ്പോഴും കർത്താവിന്റെ ദാനമാണ്. അത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും തെറ്റാണ്. ഒരു അനുഭവം ഉണ്ടായി എനിക്ക്. എൻ്റെ അടുത്ത് ഒരു സഹോദരൻ വന്നു പറഞ്ഞു, അയാള് പ്രാർത്ഥന ഗ്രൂപ്പിലുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ വൈഫ് ഒരു ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നഴ്സായിട്ട് വർക്ക് ചെയ്യാണ്. അവര് കാത്ത് ലാബ് എന്ന് പറയുമ്പോൾ ഈ കാർഡിയോളജിയിലെ ഒരു ഭാഗമാണ്. അപ്പോൾ അതില് റേഡിയേഷൻ ഉണ്ട്, റേഡിയേഷൻ ഉണ്ട്. അപ്പോ ഇയാള് വന്നിട്ട് പറഞ്ഞു, എന്റെ വൈഫ് 2 മാസമായിട്ട് ഗർഭിണിയാണ്. അപ്പോ അവിടെ എല്ലാവരും എല്ലാ ഡോക്ടേഴ്സും മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് MTP അബോർട്ട് ചെയ്യണം, അത് കണ്ടിന്യൂ ചെയ്യാൻ പാടില്ല എന്നെല്ലാം ഈ റേഡിയേഷന്റെ അന്തരീക്ഷത്തിലായിരുന്നതുകൊണ്ട്. അപ്പൊ പഠിക്കുമ്പോഴെല്ലാം അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത്. കാരണം ഫസ്റ്റ് ട്രൈമസ്റ്ററിലാണ് ഈ റേഡിയേഷൻ ഇഫക്റ്റ് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ ഞാൻ പറഞ്ഞു, ദൈവം നിങ്ങൾക്ക് തന്ന ഒരു ദാനമാണ്. അതിന് ജീവനെ നശിപ്പിക്കണ്ട,
ദൈവത്തിന് പരിപാലിക്കാൻ അറിയാം, ഒരു കുഴപ്പമുണ്ടാവില്ല, ധൈര്യമായിട്ടിരുന്നു, പ്രാർത്ഥിക്കാം നമുക്ക്. അങ്ങനെ അവിടെ ആ സമയത്ത് നിലമ്പൂർ ലിറ്റിൽ ഫ്ലവർ ചർച്ചിൽ ഒരു പ്രോ ലൈഫിന്റെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ഡോക്ടർ അബ്രഹാം അദ്ദേഹം വന്നിട്ട് ക്ലാസ് എടുത്ത് ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ പുള്ളി വന്നു, വൈഫും രണ്ടുപേരും കൂടി വന്ന് പ്രാർത്ഥിച്ച്, അവരും വരെ പ്രാർത്ഥിച്ചു. പിന്നെ കളയണ്ടെന്ന് പറഞ്ഞു. നല്ലൊരു മിടുക്കൻ ഒരു പയ്യൻ അവർക്കുണ്ടായി. ഇപ്പൊ നല്ല കുട്ടി. അവരൊരു റിസ്ക് എടുത്തു കൂടെ തോന്നുന്നു. കാരണം വൈദ്യശാസ്ത്രം പറയുന്നു കുട്ടിക്ക് അംഗവൈകല്യം ഉണ്ടാകും. ദൈവത്തിൽ വിശ്വസിച്ചു. അതാണ് അതിന്റെ ആ ദൈവത്തിൽ വിശ്വാസമാണ് എല്ലായിടത്തും. ദൈവം പറയണ ഒരു രോഗസൗഖ്യം കൊടുക്കുമ്പോഴും ദൈവം പറഞ്ഞു നിന്റെ വിശ്വാസം സൗഖ്യപ്പെടുത്തിയിരിക്കും. വിശ്വാസം മനുഷ്യന്റെ ചിന്തയ്ക്കും ബുദ്ധിക്കും അതീതമായിട്ട് പ്രവർത്തിക്കും എന്നുള്ള വലിയൊരു ബോധ്യം കൂടി അതിൽ നിന്ന് നമുക്ക് ലഭിക്കുകയാണ്. എനിക്കൊന്നും അതിനപ്പുറത്തോട്ട് ഒരു വിശ്വാസത്തിന്റെ ഒരു സംഭവമുണ്ട്. ആ വിശ്വാസം നമ്മൾ ഇവിടം വരെ എത്തി നിൽക്കണമെന്ന് എനിക്ക് തോന്നുകയാണ്. അഥവാ എനിക്ക് ദൈവം തരാൻ ആഗ്രഹിക്കുന്നത് ഒരു വൈകല്യമുള്ള കുഞ്ഞാണെങ്കിൽ ദൈവം അതെനിക്ക് തരുന്നതായി ഞാൻ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കും എന്നൊരു തന്റെ അടുത്തോടുള്ള തീരുമാനത്തിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായും അങ്ങനെ സ്വീകരിക്കുമ്പോഴാണ് അതും അവര് സ്വീകരിച്ചിട്ടുണ്ട്. എന്തായാലും എന്റെ കുഞ്ഞാണ്. വേണ്ടെന്ന് വെക്കാനായിട്ട് പല കാരണങ്ങളും കണ്ടെത്തുന്നുണ്ട്. അതെ, ഓക്കെ സാർ, ആ കാര്യം വേണ്ടെന്ന് വെക്കാൻ പല കാരണങ്ങളുണ്ട്. നമ്മളൊരു എന്താണ് അഗർബത്തിയുടെ പരിസ്ഥിതിനകത്ത് പ്രാർത്ഥിക്കാൻ ഓരോരുത്തർക്കും ഓരോ കാരണം. ഇന്ന് പറഞ്ഞ ഡോക്ടറെ ഇപ്പൊ എനിക്ക് തോന്നുകയാണ് ഓരോരുത്തർക്കും അബോർഷൻ നടത്താൻ ഓരോ കാരണങ്ങളുണ്ട് എന്ന് പറയാൻ തുടങ്ങിയിരിക്കുന്നത്. കാരണം സ്കാനിങ് ഇന്നിപ്പം വളരെ ആധുനികമായൊരു സംവിധാനമാണ്. ജീവന്റെ ആദ്യത്തെ തുടിപ്പുണ്ടായി കഴിയുന്ന നിമിഷങ്ങൾക്ക് മുതൽ തന്നെ എങ്ങാണ്ട് കുഞ്ഞിനെ ഫോളോ അപ്പ് ചെയ്യാൻ സാധിക്കുന്നൊക്കെയാ പറയപ്പെടുന്നത്. പക്ഷെ എന്റെ ചില അനുഭവങ്ങൾക്ക് ഡോക്ടറെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ പല കുഞ്ഞുങ്ങളും ഗർഭസ്ഥാവസ്ഥയിലായിരിക്കും, വളർച്ച വേണ്ട പോലെ ഇല്ല. എന്റെ മനസ്സിൽ ഇപ്പോൾ ഓർക്കുന്നുണ്ട്. എനിക്ക് വളരെ അടുത്ത് പരിചയമുള്ള ഒരു വീട്ടില് ഒരു 3 മാസമോ അതിനപ്പുറം എങ്ങാണ്ട് ആയ ഒരു സ്ത്രീ ജനറൽ ചെക്കപ്പിന് വെറുതെ ഡോക്ടറെ, പ്രത്യേകിച്ച് അസുഖമൊന്നും ഉണ്ടായിട്ടല്ല, ഡോക്ടറെ കൊണ്ടൊന്ന് കാണിച്ചേക്കാം, സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. സ്കാൻ ചെയ്തു. കുഞ്ഞിന് വേണ്ടത്ര വളർച്ചയില്ല, അബോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അവര് വലിയൊരു ഭക്ത സ്ത്രീയായിട്ടൊന്നും അറിയപ്പെടുന്ന സ്ത്രീയൊന്നുമല്ല. പക്ഷെ അവർ തന്റെ അടുത്തോടെ ഒരു കാര്യം പറഞ്ഞു, എനിക്ക് തന്നെ കൊച്ചിനെ ഞാൻ നോക്കിക്കോളാം ഡോക്ടറായിട്ട് പോയി. പിന്നെ അവർ ആ ഡോക്ടറെയോട്ട് പോയില്ല, ഒരു ഡോക്ടറെയും പോയില്ല. ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ അവര് വേറൊരു ഡോക്ടറെ സമീപിക്കും. അപ്പോൾ ഡോക്ടറെ കൃത്യം ഡേറ്റും എല്ലാം കുറിച്ച് കൊടുത്തു. ഇന്ന തീയതിക്കും ഇടയ്ക്ക് ആയിരിക്കും, അതുകൊണ്ട് ഇന്ന സമയമാകുമ്പോൾ ഡോക്ടറെ കാണണം, അങ്ങനെ എല്ലാം വരൊക്കെ. അപ്പോൾ ഇവരെടുത്ത് ചോദിച്ചു, കുഞ്ഞിന് എല്ലാ വിധത്തിലും നോർമൽ, ഇച്ചിരി വെയിറ്റ് കൂടാൻ സാധ്യതയുണ്ട്, അങ്ങനെ മറ്റോ പറഞ്ഞു. ഇവരിത് കഴിഞ്ഞ് അടുത്ത ദിവസം ആദ്യത്തെ ഡോക്ടർ ചെയ്യുന്നു. വീണ്ടും പരിശോധിച്ചു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഡോക്ടർ നേരത്തെ ഇങ്ങനെ പറഞ്ഞു, പിന്നീട് ഇത് മേക്കപ്പ് ചെയ്തായിരിക്കും. എന്റെ മനസ്സിലേക്ക് വന്നത് ഈ സംഭവം മുഴുവൻ അറിയുന്നു. ആ കുഞ്ഞ് നല്ല മിടുക്കനായിട്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, ആയിക്കോട്ടെ. എന്റെ മനസ്സിലേക്ക് വന്ന സംശയം ഇതായിരുന്നു, ഈ കുഞ്ഞിനെ അന്ന് അബോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഇതൊരു മിടുക്കനായ കുഞ്ഞായി മാറുമായിരുന്നു ഒരു കാലത്തും തെളിയിക്കപ്പെടുന്നില്ല. ഇത് സ്കാനിങ് അതൊരു വശം. ഇപ്പുറത്തുനിന്ന് മരുന്ന് കഴിച്ചു. ഇപ്പൊ എന്തോ ചൊറിഞ്ഞു പൊട്ടുന്ന എന്തോ ഒരു അസുഖം വന്ന അസുഖം എന്താ മെഡിക്കൽ ടെക്നിക്കൽ ടേംസ് ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ ഒരു ബന്ധത്തിൽപ്പെട്ട ഒരു കുട്ടിയെ, അവൾ ഗർഭിണിയായിരുന്നു. ഗർഭിണിയാണെന്ന് പറഞ്ഞു തന്നെയാണ് ഡോക്ടർ ചെയ്യുന്ന ഈ അസുഖത്തിന് മരുന്നും എല്ലാം വാങ്ങിച്ചത്. എന്നിട്ടും മറ്റൊരു ഡോക്ടർ ചെന്ന് കഴിഞ്ഞപ്പോ എന്തിനാ നമ്മൾ റിസ്ക് എടുക്കുന്നത്, ആ മരുന്നൊക്കെ കഴിച്ചതല്ലേ. ഇനി ഞാൻ പെട്ടെന്ന് ഓർത്തുപോയി, ഒരു മരുന്നും കഴിക്കാതെ 1 വർഷം മുഴുവൻ ജീവിക്കുന്ന ഒരാൾക്ക് കുഞ്ഞുണ്ടാകാൻ പാടുള്ളൂ, ലൈസൻസ് ഉള്ളൂ എന്നൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ ഡോക്ടറെ? എന്താ വാസ്തവത്തിൽ ഇപ്പൊ ഞാൻ ഡോക്ടറോട് തന്നെ ചോദിക്കുക, ഡോക്ടർമാരുടെ ഉള്ളിൽ തന്നെ ജീവനെതിരെ ഒരു മനോഭാവം നിലവിലുണ്ടോ? അത് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അവര് ഈ പഠിച്ച പോലെ സയന്റിഫിക് ആയിട്ടുള്ള ആ ഇതിലാണ് അവർ പറയണത്. കാരണം പഠിപ്പിക്കണത് അങ്ങനെയാണല്ലോ. അതാണ് ദൈവത്തിന്റെ പരിപാലന, അല്ലെങ്കിൽ ദൈവമാണ് ഈ ജീവന്റെ ഉറവിടം. ദൈവത്തിൽ ആശ്രയിച്ച മതി. പ്രാർത്ഥനയിലും പോവുകയാണെങ്കിൽ അവര് പറയില്ല ഒരിക്കലും. കാത്തിരിക്കാനോ ക്ഷമയോ നമുക്കും ഇല്ല. നമ്മൾ ഈ വളരെ ധൃതി പിടിപ്പിച്ച് നടക്കുന്ന ഒരു സമൂഹത്തിലാണ് തന്നെ. ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട്, കാത്തിരിക്കാനായിട്ട്, ഇത് കർത്താവിന്റെ പദ്ധതിക്ക് വേണ്ടിയിട്ടൊന്ന് ഒരുങ്ങിയിരിക്കുവാനായിട്ടുള്ള ക്ഷമയും ആളുകൾക്ക് ഇല്ലാതെ പോകുന്നുണ്ട്. ഇതുപോലൊരു സംഭവം സ്കാനിങ്ങിൽ തകരാറിന് വിളിച്ചു, അല്ലെങ്കിൽ മരുന്ന് കഴിച്ചെന്നു പ്രശ്നമോ ഇങ്ങനെയൊക്കെ ആയിട്ട് എനിക്ക് എന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്ന എന്റെ അടുത്തേക്ക് വന്നിരിക്കുന്ന ഒരാളെ ഞാൻ ഡോക്ടറായിട്ട് പറഞ്ഞു വിട്ടാൽ എങ്ങനെയായിരിക്കും, എന്ത് അടിസ്ഥാനത്തിലായിരിക്കും ഡോക്ടർ അയാളെ കൈകാര്യം, അല്ലെ അയാളെ അയാളുമായിട്ട് സംസാരിക്കുക, അയാളെ ഉപദേശിക്കുക?
അവരെ ദൈവത്തിന്റെ പരിപാലനയെ പറ്റിയിട്ടാണ് അവരായിട്ട് സംസാരിക്കുക. ദൈവം നിങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന് അറിയാം എങ്ങനെയാ പരിപാലിക്കേണ്ടതെന്ന്. അപ്പം അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക നല്ലോണം കുട്ടിക്ക് വേണ്ടി. പിന്നെ സാധാരണ പോലെയുള്ള ജീവിതം നയിക്കുക. നല്ല ഡോക്ടറെ കാണിച്ച് എപ്പോഴും ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും തമ്പുരാന് പരിപാലനമുണ്ട്. തമ്പുരാനൊരു പദ്ധതിയുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എന്റെ 42ാമത്തെ വയസ്സിൽ ഞങ്ങൾ രണ്ടുപേരും ഉദ്യോഗസ്ഥരാണ്, രണ്ടുപേരും ടീച്ചേഴ്സാണ്. അപ്പോൾ ഞങ്ങൾക്ക് കുട്ടിയെ നോക്കാനായിട്ട് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. മാതാപിതാക്കളുടെ സ്ഥലത്ത് കുറച്ച് വിട്ടാണ്. എന്റെ സ്വന്തം സ്വദേശം കോട്ടയാണ്. ഞാൻ മലപ്പുറത്ത് ഉദ്യോഗസ്ഥമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കുട്ടിയെ നോക്കാനായിട്ടൊരാളെ, ആദ്യത്തെ 2 കുട്ടികളെ നോക്കാനായിട്ട് എൻ്റെ ഒരു ആന്റി ഉണ്ടായിരുന്നു. ഈ ചെറിയ കുട്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് നോക്കാനൊരാളെ കിട്ടുക എന്നുള്ളതാണ് വലിയ പ്രശ്നം. സ്കാനിങ്ങിന്റെ പ്രശ്നത്തെക്കാളും ഗൗരവമായ ഒരു പ്രശ്നമാണ് ജനിച്ചു കഴിഞ്ഞു കുട്ടിയെ നോക്കാനൊരാളെ കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതിന് ഞങ്ങൾ ഒരുപാട് പരിഭ്രമിച്ചു. കുറെ സ്ഥലങ്ങളിൽ ഓടി. അവള് മെഡിക്കൽ ലീവ്, മെറ്റർണിറ്റി ലീവിലേക്ക് പ്രവേശിച്ചു. എന്നാലും സമയമെടുക്കുമ്പോഴത്തേക്കും ഒരാളെ കിട്ടാതെ ഞങ്ങൾ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് പ്രാർത്ഥനയുണ്ട്, പ്രയർ ഗ്രൂപ്പിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, പലരും പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോഴത്തേക്കിന് ഞാൻ എന്റെ ലീവ് കഴിഞ്ഞിട്ട് ജോയിൻ ചെയ്യേണ്ട സമയമായി. അപ്പോൾ ഒരാളെ കിട്ടാതെ എനിക്കിട്ട് പോകാനും വയ്യ. അപ്പോൾ ഞായറാഴ്ച ദിവസം, ശനിയാഴ്ച രാത്രിയിൽ തിങ്കളാഴ്ച എനിക്ക് ജോലിയിൽ പ്രവേശിക്കണം. ശനിയാഴ്ച രാത്രിയിൽ ഞങ്ങൾ വളരെ വിഷമിച്ചാണ് തമ്പുരാന്റെ അടുക്കൽ പ്രാർത്ഥിക്കുന്നത്. എനിക്ക് ഈ വചനങ്ങളിൽ പിന്നെ ഈ ഒരു വചനം ഞാൻ മറക്കുകയില്ല. റോമാലേഖനം 16ന്റെ 2ാമത്തെ വാക്യം. കെങ്കരയ സഭയിലെ ശുശ്രൂഷകയായിരുന്ന ഫെയ്ബയെ നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്നു. വിശുദ്ധർക്ക് ഉചിതമായ രീതിയിൽ നിങ്ങൾ അവരെ സ്വീകരിക്കണം എന്നാണ്. അവർക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങൾ ചെയ്തു കൊടുക്കണമെന്നുമാണ് വചനം. അന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ വചനം എടുക്കുമ്പോൾ ഇപ്പോൾ വളരെ ആകാംക്ഷയോടുകൂടി ചോദിച്ചു, എന്താ ഈ വചനത്തിന്റെ അർത്ഥം? അപ്പൊ ഞാൻ വളരെ ധൈര്യമായിട്ട് പറഞ്ഞു, നമുക്ക് ഒരു ശുശ്രൂഷകയെ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശുശ്രൂഷിക്കാനായിട്ട് ഒരാളെ ഏൽപ്പിക്കുന്നു, അവരെ നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. അതാണ് തമ്പുരാൻ പറഞ്ഞത്. പച്ച മലയാളത്തിലല്ലേ പറഞ്ഞിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തു. അപ്പൊ എന്റെ മനസ്സിൽ ആൾക്കാർ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സ്ത്രീയുണ്ട്. പിറ്റേ ദിവസം പള്ളി കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേക്കിന് അവരെ കൂട്ടിക്കൊണ്ട് വരണമെന്ന് എഴുതിയിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. രാവിലെ പള്ളിയെല്ലാം കഴിഞ്ഞ് ഞാനും മോളും കൂടെ സ്കൂട്ടറിൽ അവിടെ ചെന്നു. അവിടെ ചെല്ലുമ്പോൾ ആ സ്ത്രീയുടെ അമ്മ, ആ സ്ത്രീ പ്രയർ ഗ്രൂപ്പിലൊക്കെ വരുന്നത്, ആ സ്ത്രീയുടെ അമ്മ പറഞ്ഞു, അത് വേറൊരാൾ വന്ന് കൂട്ടിക്കൊണ്ട് പോയല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവർ വില കൂട്ടുകയാണ്, ചാച്ച പോരെ എന്ന് പറഞ്ഞുകൊണ്ട് മോൾ എന്നെ കൂട്ടിക്കൊണ്ട് വന്നു. വീട്ടിൽ വന്നപ്പോൾ ഇവള് പറയുന്നു, ഒരു സ്ത്രീ അന്വേഷിച്ച് വന്നിരിക്കുന്നു, നിങ്ങൾക്ക് ഒരാളെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അന്വേഷിച്ചു വന്നിരിക്കുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അന്നേരം അപ്പോയിന്റ് ഓർഡർ അടിച്ച് കൈ കൊടുക്കണ്ടേ, ഒന്ന് ജോയിൻ ചെയ്യാൻ പറയണ്ടേന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ആരുടെയും കൊണ്ട് കൂട്ടിക്കൊണ്ട് വരാൻ പോകുന്നു പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നത് ഒഴിവാക്കി വിട്ടത്. ഏതായാലും അവർ വൈകുന്നേരം വരുമെന്ന് പറഞ്ഞത്. രാത്രിയിൽ വന്നില്ല, വൈകുന്നേരമായിട്ട് വന്നില്ല. പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഞാൻ ഇവരെ അന്വേഷിച്ച് ചെല്ലുമ്പോഴത്തേക്കും അവർ വീട്ടിലേക്ക് വരാനായിട്ട് ഒരുങ്ങുകയാണ്. അവരാകട്ടെ അവരുടെ ഒരു കുലത്തൊഴിൽ എന്ന് പറയുന്നത് ഈ പ്രസവ ശുശ്രൂഷയൊക്കെ നടത്തുന്ന അതിയാണ്. അമ്മയും മകളും മാത്രമേ ഉള്ളൂ. മകള്, എന്റെ മോള് 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോള് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു, ഈ മോള് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പൊ ഈ വചനത്തിൽ പറഞ്ഞ പോലെ തന്നെ അവരെ ഞങ്ങൾ, സരസ്വതി ചേച്ചിയും മോളെ ഞങ്ങള് കുടുംബത്തിലേക്ക് അങ്ങ് സ്വീകരിച്ചു. ഇന്ന് അവള് ഡൽഹിയിൽ നേഴ്സാ. ഈ മകള് 9ാം ക്ലാസ്സിലാണ് പഠിച്ചിട്ട്. എന്റെ മോള് നേഴ്സാണ്. അവളുടെ അതേ വഴിയിലൂടെ തന്നെയാണ് ഇവളും അങ്ങനെ ഡയറക്ഷനായിട്ട് പോയിരുന്നത്. അവളിന്ന് ഡൽഹി നേഴ്സാണ്. പിന്നെ 20,000-ന് മുകളിൽ ശമ്പളം ഉണ്ടെന്നാണ് പറയുന്നത്. ഇതുപോലെ തന്നെ എന്റെ മോളോടൊപ്പം ധ്യാനത്തിനൊക്കെ പോയി അങ്ങനെ ഈ ഒരു ബോധ്യത്തിലേക്ക് വന്നു. ചെറിയ കാര്യങ്ങളിൽ പോലും തമ്പുരാന് പരിപാലന ഉണ്ടെന്ന് എനിക്ക് ബോധ്യം. അപ്പോ എനിക്ക് തോന്നുന്നു നമ്മളൊരു വശം എന്ന് പറയുന്നത് ജീവനെതിരായ ഒരു സംസ്കാരം നിലവിലുണ്ട്. അതങ്ങും വർദ്ധിക്കുന്നതനുസരിച്ച് ദൈവം ഇപ്പുറത്ത് ജീവനെ ശുശ്രൂഷിക്കാൻ കൂടുതലായി ഇറങ്ങി വരുന്നു. അപ്പൊ ജീവന് വേണ്ടി നിലനിൽക്കുന്നവർക്ക് ഒത്തിരി പ്രത്യാശിക്കാനും ഒത്തിരി അവകാശപ്പെടാനും ഉണ്ടാവുമെന്ന് തോന്നുക. ജോർജ് ബ്രദറെ, ഈ ജീവൻ തമ്പുരാൻ ആഗ്രഹിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും സമർത്ഥമായി ഉണ്ടാകുവാനും. യോഹന്നാൻ 10:10. അപ്പൊ അത് പലരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അല്ലെ. ഇതുപോലെ പല തരത്തില് മാതാപിതാക്കളെ ഏൽപ്പിച്ചു, പിന്നെ അവർക്ക് പറ്റാത്ത ചില സാഹചര്യങ്ങള് മറ്റ് വൈദ്യശാസ്ത്രത്തെ ഏൽപ്പിച്ചു, അങ്ങനെ പലതരത്തില്. ഇവിടെയെല്ലാം ഈ ജീവൻ പരിപാലിക്കുന്നതിന് ആവശ്യമായ ഒരു ശക്തി അല്ലെങ്കിൽ ഒരു കൃപ നമ്മൾ സ്വീകരിച്ചാൽ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നമുക്കതിനെ വളർത്തിയെടുക്കാൻ, ദൈവത്തിന് തിരിച്ചേൽപ്പിക്കാൻ കഴിയുന്ന ഒരവസ്ഥയുണ്ട്. ബാബു സാറേ, പിന്നെ ഇത് ആദ്യമായിട്ട് പരിശോധനയ്ക്ക് ചെല്ലുമ്പോൾ ഇത് ജീവനാണെന്ന് തിരിച്ചറിഞ്ഞ് ഡോക്ടർ ഞങ്ങളോട് ചോദിച്ച ആദ്യത്തെ ചോദ്യം കണ്ടിന്യൂ ചെയ്യുന്നതെന്നാണ്. ഞങ്ങളുടെ ഈ പ്രായമൊക്കെ നോക്കിയിട്ടായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് ചോദിച്ചത്. പക്ഷെ എനിക്കറിയാം, എന്നെ ഉദാഹരിച്ചുകൊണ്ട് 3-4 ആളുകൾ, ദമ്പതികൾ, അവരുടെ ഈ ലേറ്റ് എന്ന് പറയാം 40 വയസ്സിന് ശേഷം ഉണ്ടായ പ്രഗ്നൻസി തുടരാൻ തീരുമാനിച്ചിട്ടുണ്ട്. സാറിനെ നോക്ക്,
പിന്നെ അവര് ഈ പ്രായത്തിൽ കൊച്ചിനെ സ്വീകരിച്ചില്ലേ എന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു ഉദാഹരിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ എടുക്കേണ്ട ഇതാ കർത്താവിന്റെ ദാസനോ ഇതാ കർത്താവിന്റെ ദാസിയെന്നോ വിധേയപ്പെടാനുള്ള ഒരു മനോഭാവം കർത്താവിന്റെ പദ്ധതിക്ക് ചെന്ന് കൊടുക്കുമ്പോൾ നമുക്ക് അറിഞ്ഞുകൂടെ ഇത് എങ്ങനെയാണ് നമ്മളെ കൊണ്ട് കർത്താവ് പിന്നെ പദ്ധതി അനുസരിച്ച് നീക്കുന്നതെന്ന് അറിഞ്ഞുകൂടാ. ഒരുപക്ഷെ മറ്റാൾക്കാർക്ക് ഒരു സാക്ഷ്യമായിക്കൊണ്ട് ആയിരിക്കാം. പല രീതിയിലും കർത്താവ് നമ്മളെ ഉപയോഗിക്കുന്നുണ്ട്. അത് വളരെ മനോഹരമായൊരു സംഭവമാണ്. ഞാൻ ഓർക്കാണ് ഏതാണ്ട് ഒരു വർഷമായില്ല അതിനു മുമ്പ് ഒരു വർഷത്തോളം മുമ്പ് എനിക്കൊരു ഫോൺ വരികയാണ്. എനിക്ക് വളരെ പരിചയമുള്ള ഒരു പെൺകുട്ടിയുടെയാണ് ഫോണ്. അവൾ വിളിച്ചിട്ട് പറഞ്ഞതാണ്, ജോർജ് ചേട്ടാ അടുത്ത് തന്നെ ജോർജ് ചേട്ടനെ ഞാൻ തോൽപ്പിക്കും, ഞങ്ങൾ തോൽപ്പിക്കും എന്ന് പ്രത്യാശിക്കുന്നു. പെട്ടെന്ന് ആദ്യം എനിക്കൊന്നും മനസ്സിലായില്ല. എങ്കിലും ഞാൻ ഏതായാലും നീ തോൽപ്പിക്കല്ലേ, എന്ത് വിഷയത്തിലാണ് തോൽപ്പിക്കുന്നത് കൂടെ പറഞ്ഞേക്കുക എന്ന് അവളോട് പറഞ്ഞു. ഉടനോട് പറയാൻ ജോർജ് ചേട്ടാ 5ാമത്തെ കുഞ്ഞിനെ മിക്കവാറും ഞങ്ങൾ അടുത്ത ഏതാനും മാസങ്ങൾക്കാവും അടുത്ത 5ാമത്തെ കുഞ്ഞിന്റെ അമ്മയാകും ഞാനെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് 4 കുഞ്ഞുങ്ങളെ ഉള്ളൂ, ആ നിലയിലാണ് എന്നെ തോൽപ്പിക്കും എന്ന് പറഞ്ഞ 5ാമതൊരാളായിരിക്കും എന്നെ. അപ്പൊ ഞാൻ ഓർക്കണം തോൽവി ഇത്ര മധുരമുള്ളതായി മാറുന്ന അപൂർവം അവസരങ്ങളാണ്. കാരണം തോൽവിക്ക് എവിടെയൊക്കെ പറഞ്ഞാലും ഒരല്പം കയ്പിന്റെ ചൊവ്വ എത്രയൊക്കെ പറഞ്ഞാലും ഉണ്ട്. പക്ഷെ ഇവിടെ പൂർണ്ണമായിട്ടും മധുരിക്കുന്ന ഒരു തോൽവിയിലേക്ക് ഞാൻ നടക്കായിരുന്നു. പക്ഷെ അത്രയും പറഞ്ഞാൽ പോരാ. ആ പെൺകുട്ടിയുടെ 5ാമത്തെ കുഞ്ഞിനെ ജനിക്കുന്നു എന്ന് മാത്രമല്ല 5ാമത്തെ സിസേറിനും കൂടെയാണ്. 5ാമത്തെ സിസേറിയൻ. നമ്മൾ സാറിന് പറയും 2 സിസേറിയൻ അപ്പുറത്തോട്ട് പോവില്ല. മെഡിക്കൽ അവയർനെസ് ഉള്ള മെഡിക്കൽ അവയർനെസ് ഉള്ള ആളാണോ? വൈദ്യശാസ്ത്രം അങ്ങനെ തന്നെയാണോ? മെഡിക്കൽ അവയർനെസ് ഉള്ള ആൾക്കാർ ഒരിക്കലും ഇത് പ്രോത്സാഹിക്കും. ശാസ്ത്രം അതാ പറയണത്. അതാ ഞാൻ പറഞ്ഞത്, ഈ നമ്മള് പഠിപ്പിച്ച പോലെ എല്ലാം ഒന്നും നടക്കണത്. അപ്പൊ എനിക്കിതിനകത്ത് പ്രത്യേകം പറയാനുള്ളത്, ആ പെൺകുട്ടിയുടെ കാര്യം പറയുമ്പോൾ എനിക്ക് ഇതുകൂടെ പറഞ്ഞേ പറ്റുള്ളൂ. മെഡിക്കൽ അവയർനെസ് ഉണ്ടോ, അല്ലെങ്കിൽ ഇത് അറിഞ്ഞുകൊണ്ടാണോ ഈ കൊച്ചു സ്വീകരിച്ചത്? അവളൊരു ഡോക്ടറാണ്, ഒരു പീഡിയാട്രീഷ്യനാണ്. ഡോക്ടർ തന്നെ. ഇതിന്റെ വരുംവരായികളെ കുറിച്ച് ശരിക്ക് അറിയാവുന്ന, പഠിച്ചിട്ടുള്ള, ഡോക്ടർ പറഞ്ഞതുപോലെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അവൾ സ്വമേധയാ സ്വീകരിക്കുകയാണ് ആ കുഞ്ഞിനെ. 5ാമത്തെ കുഞ്ഞിനെ സന്തോഷത്തോടെ സ്വീകരിച്ചിട്ട് അവളത് വിളിച്ചു പറയുന്നത്, ജോർജ് ചേട്ടാ എനിക്ക് പറ്റിപ്പോയി എന്നല്ല, ജോർജ് ചേട്ടാ പറ്റിപ്പോയി എന്നല്ല, തോൽപ്പിച്ചു എന്നാണ് പറയുന്നത്. മത്സരത്തിലൊരു ജയമാണെന്ന് അവകാശം. ഇത്ര അറിവോടുകൂടി അതിന്റെ വരുംവരായികളെ കുറെ അറിയാവുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രശ്നം പലപ്പോഴും പല ആളുകളും വിവാഹിതരായ ആദ്യത്തെ കുഞ്ഞിന് ജന്മം കൊടുക്കുന്നവർ പോലും ഇന്ന് ഈ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള ചോദ്യത്തിന് മുമ്പിൽ ടെൻഷനിലേക്ക് വരുന്നുണ്ട്. അല്ലെങ്കിൽ വേണോ വേണ്ടയോ, ഒഴിവാക്കാൻ മേലെ, കല്യാണം കഴിച്ചിട്ട് 1 വർഷമല്ലേ ആയുള്ളൂ, ഒഴിവാക്കാൻ മേലെ, മരുന്ന് കഴിച്ചതല്ലേ, ഒഴിവാക്കാൻ മേലെ, സ്കാനിങ്ങിൽ എന്തോ ഒരു ഭാഗത്ത് കറുത്ത ഒരു പൊട്ട് കണ്ടു, നമുക്ക് ഒഴിവാക്കാൻ മേലെ. ഇവിടെയൊക്കെ എനിക്ക് തോന്നുന്നു ഈ ടെൻഷൻ ഉണ്ടാകുന്നു. ഈ ടെൻഷനെ എങ്ങനെ അഭിമുഖീകരിക്കും? പക്ഷെ എന്തുകൊണ്ട് ടെൻഷൻ ഉണ്ടാകുന്നു? നമുക്കവിടെ 2 ഓപ്ഷൻ ഉണ്ട് എന്ന് കരുതുന്നതുകൊണ്ടാണ് ഗെത്സമനെ തോട്ടം ഉണ്ടാകുന്നത്. എന്റെ ഹിതവും അങ്ങയുടെ ഹിതവും. 2 ഹിതമുള്ളിടത്താണ് രക്തം വിയർക്കൽ ഉണ്ടാകുന്നത്. ഒരേ ഒരു ഹിതമേ ഉള്ളൂ, ഒരേ ഒരു വഴിയേ ഉള്ളെങ്കിൽ ഈ ഗെത്സമനെ തോട്ടത്തിൽ പോകേണ്ട ആവശ്യം വരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നമ്മൾ ധരിച്ചു വശാകുന്ന ഒരു കാര്യമുണ്ട്, ഇത് കണ്ടിന്യൂ ചെയ്യാതിരിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. വേണമെങ്കിൽ ആ കുഞ്ഞിനെ കൊല്ലാൻ എനിക്ക് അധികാരമുണ്ട്, അങ്ങനെ ഒരു സാധ്യത അവശേഷിക്കുന്നു എന്നുള്ള ചിന്തയാണ് പ്രശ്നം. വാസ്തവത്തിൽ എനിക്കൊരു ജീവനെ നശിപ്പിക്കാൻ അവകാശമില്ല. നമ്മുടെ മുമ്പിൽ അവകാശം നമുക്ക് ജീവൻ കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഇനി ജീവൻ കൊടുക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള പ്രശ്നം ഇവിടെ. ജീവനെ അവസാനിപ്പിക്കാനുള്ള യാതൊരുവിധ സാധ്യതയോ അധികാരമോ അവകാശമോ അങ്ങനെ ചിന്തിക്കാൻ പോലുമുള്ള ഒരു ഇതെനിക്കില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ സംഭവിച്ചിരിക്കുന്നു. ഒരു തകരാറുള്ള കുഞ്ഞാണ് എനിക്ക് ജനിക്കാൻ പോകുന്നെന്ന് വൈദ്യശാസ്ത്രം പറയുന്നു. ഞാൻ എന്താ ചെയ്യേണ്ടത്? തകരാറുള്ളൊരു കുഞ്ഞിനെ സ്വീകരിക്കാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും തയ്യാറെടുക്കുക. അല്ലാതെ ഈ കുഞ്ഞിനെ ഒഴിവാക്കുക എന്നൊരു ഓപ്ഷൻ ഉണ്ട് എന്ന് ധരിച്ചു വശാകുന്നത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ടെൻഷനിലേക്ക് കടന്നു പോകുന്നത്. എന്ത് വേണമെന്നൊന്നുമില്ല. ദൈവം തന്നത് നമ്മൾ സ്വീകരിച്ചേ പറ്റൂ, സ്വീകരിക്കല്ലാതെ വേറൊരു മാർഗമില്ല. എങ്ങനെയൊരു ധീരമായ ഒരു നിലപാടിലേക്ക്, ഒരു വിശ്വാസപൂർവമായ ഒരു ചുവടുവയ്പ് നടത്തേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ആളുകൾ. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ ചർച്ചയിലൂടെ വെളിവാകുന്നത് എനിക്ക് തോന്നുന്നു, ജീവനുണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമായി ഈ ഭൂമിയിലേക്ക് വന്ന യേശു വാസ്തവത്തിൽ ആഗ്രഹിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ജീവന്റെ ശുശ്രൂഷകരാകണമെന്നാണ്. ജീവന്റെ ശുശ്രൂഷകരാകാനാണ് വൈദ്യശാസ്ത്രത്തെ രംഗത്ത് പ്രവർത്തിക്കുന്നവരെ ദൈവം വിളിച്ചിരിക്കുന്നത്. ജീവന്റെ ശുശ്രൂഷകരാകാനാണ് ഓരോ വിവാഹിതരെയും, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ നൽകാൻ ദൈവം തിരുമനസ്സായിരിക്കുന്ന ഓരോ ദമ്പതികളെയും ദൈവം വിളിച്ചിരിക്കുന്നത് ശുശ്രൂഷിക്കാനാണ്. പ്രസവ ശുശ്രൂഷയ്ക്കായി വരുന്നെത്തുന്ന ഓരോരുത്തരും ജീവന്റെ ശുശ്രൂഷകരാണ്. എന്തിന്? സമൂഹം മുഴുവനും ജീവന്റെ ശുശ്രൂഷകരാണ്.
അങ്ങനെ സമൂഹം മുഴുവനും ജീവന്റെ ശുശ്രൂഷകരായി മാറുമ്പോൾ മരണസംസ്കാരം അപ്രത്യക്ഷമാകുകയും ജീവന്റെ, സമൃദ്ധിയുടെ, സന്തോഷത്തിന്റെ, സമാധാനത്തിന്റെ ഒരു ലോകത്തിലേക്ക് നാം കാലെടുത്ത് വെക്കുകയും ചെയ്യും. ഒരുപക്ഷെ ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ മരിക്കുന്നത് യുദ്ധത്തിലായിരിക്കില്ല. ഒരുപക്ഷെ ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ മരിക്കുന്നത് ഭീകരപ്രവർത്തനം കൊണ്ടായിരിക്കില്ല. ഒരുപക്ഷെ ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ മരിക്കുന്നത് മാറാ രോഗങ്ങൾ മൂലമായിരിക്കില്ല. ഒരുപക്ഷെ ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ മരിക്കുന്നത് പട്ടിണി മൂലമായിരിക്കില്ല. പിന്നെയോ മനുഷ്യൻ തന്റെ പിന്നാലെ വരുന്ന അടുത്ത തലമുറയെ സ്വീകരിക്കാൻ തയ്യാറല്ലാത്തത് മൂലം, അവരെ അമ്മയുടെ ഉദരത്തിൽ വെച്ച് കൊന്നൊടുക്കുവാൻ തയ്യാറാകുന്നത് മൂലമല്ലേ ഇന്ന് ഏറ്റവും അധികം ജീവൻ ഹനിക്കപ്പെടുന്നത്. മനുഷ്യന് അവകാശമുണ്ടോ? എനിക്ക് ഇവിടെ തെരഞ്ഞെടുപ്പിന് അവകാശമുണ്ടോ? ഒരു ജീവൻ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ എനിക്ക് അധികാരമുണ്ടോ? ഇല്ല എന്ന് തിരിച്ചറിഞ്ഞ് ജീവന്റെ ദാതാവിന്റെ കയ്യിൽ നിന്നും ഇരുകൈകളും നീട്ടി സന്തോഷത്തോടെ ജീവനെ സ്വീകരിക്കുന്ന ഒരു സമൂഹമായി നമുക്ക് മാറാൻ ഇടയാവട്ടെ. ദൈവത്തിന്റെ സ്വന്തം നാട് ദൈവത്തിന്റെ ജീവന്റെ നാടായി മാറട്ടെ. പ്രിയപ്പെട്ടവരെ, വീണ്ടും കണ്ടുമുട്ടും വരെ ഈ ദൗത്യത്തിനായി പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം.